ഇതിലിപ്പം റൂം റെൻറ്റ് ലിമിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പം എൻ്റെ ഒരു അവസാന ബില്ലിനെ അതെങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവുക? ഈ റൂം റെൻ്റ് എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ്. പല ഹെൽത്ത് ഇൻഷുറൻസിലും അത് ഒരു ക്യാപ്പിംഗ് ഉണ്ടാവും. അതായത് ഇപ്പം ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ റൂം റെൻ്റ് ലിമിറ്റ് ഒരു 5000 രൂപയാണ്. ആൾക്ക് എലിജിബിൾ ആയത് അതാണ്. പക്ഷെ ആൾ എടുത്തിരിക്കുന്ന റൂം 7500 രൂപയുടെ റൂമാണ് എടുത്തിരിക്കുന്നത്. 5 ദിവസം ആൾ അഡ്മിറ്റ് ആവുമ്പോൾ ആൾ ഉപയോഗിക്കേണ്ട റൂമിനേക്കാളും 50% അധികം എമൗണ്ട് ആണ് ആൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആളുടെ മൊത്തം ബില്ലിൽ ഉണ്ടാവും. അപ്പം മൊത്തം ബില്ല് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50% അതിൽ കുറവ് വന്നേക്കാം. അപ്പോൾ പോളിസി കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടേംസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ആളുകൾക്കൊക്കെ സംശയമുണ്ട് ഈ കോ പേയ്മെൻറ്റ് എന്നുള്ളത് എന്താണെന്നുള്ളത്. പലതരത്തിൽ അതിനെ കാറ്റഗറൈസ് പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണത് കോ പേയ്മെൻറ്റ്? കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിസിബിൾ ക്ലെയിം എമൗണ്ട് പോളിസി ഹോൾഡറും കമ്പനിയും കൂടെ ഷെയർ ചെയ്യുക. അവിടെ ഒരു പാർട്ട്ണർഷിപ്പായിട്ടാണ് അത് പോവുക. അതായത് ഇപ്പോൾ ഒരു 10% കോ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ബില്ല് ഏകദേശം 15 ലക്ഷം രൂപയാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ 1.5 ലക്ഷം രൂപ ആ പോളിസി ഹോൾഡർ അടയ്ക്കണം. ബാക്കി എമൗണ്ടേ കമ്പനി അടയ്ക്കുള്ളൂ. അപ്പോൾ കോ പേയ്മെൻറ്റും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഇന്ത്യയിൽ പൊതുവെ ഈ ക്ലെയിം റിജക്ട് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ക്ലെയിം റിജക്ഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ലൈഫ് ടൈമിൽ, അതായത് ഞാൻ പോളിസി എടുക്കുന്നത് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്ത അസുഖങ്ങളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ കാണിക്കണം. പ്രധാനമായിട്ടും ക്ലെയിം റിജക്ഷൻ വരുന്നത് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡിസ്ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ്. രണ്ടാമത്തത് റിജക്ഷൻ വരുന്നത് കുറേ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡുകളുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡുകളിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് പ്രധാന ഘടകങ്ങൾ. പിന്നെ ഉള്ളത് ഇപ്പം ചില കേസുകളിൽ ഹോസ്പിറ്റലുകൾ അഡ്മിഷൻ ആവശ്യമായിരിക്കില്ല. അപ്പോൾ അഡ്മിഷൻ ആവശ്യമില്ലാത്ത കേസിൽ ഒരു ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോൾ ആൾക്ക് ചിലപ്പോൾ ക്ലെയിം കിട്ടണമെന്നില്ല. ക്ലെയിം റിജക്ഷൻ സംഭവിക്കുന്നത് പ്രധാനമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ ക്ലെയിം റിജക്ഷനും 100% കസ്റ്റമറുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ അതൊരിക്കലും റിജക്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. അതിനെല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്.